ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ നിങ്ങൾ ആൽക്കീൻ ഒക്കെ എടുത്തു. ദെൻ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നതാണ് ആൽക്കെയിൽ ഗ്രൂപ്പ്. എന്താണ് ആൽക്കെയിൽ ഗ്രൂപ്പ് എന്ന്? ആൽക്കെയിൽ ഗ്രൂപ്പ് എന്താണ് ആൽക്കെയിൽ ഗ്രൂപ്പ് എന്ന്? അപ്പൊ ആൽക്കെയിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാലോ, ആൽക്കെയിനിൽ നിന്നും 1 ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്ത് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പൊ ഏതാ? മീഥൈൻ CH4 ആയിരുന്നു. അതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CH3 കിട്ടും. അതായത് CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? മീഥൈൻ ആയിരുന്നു, ആണ്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ മീഥൈലാവും, മീഥൈൽ ഗ്രൂപ്പായി, റൈറ്റ്. ദെൻ അങ്ങനെ ഈഥൈൻ ആണെങ്കിൽ അതിന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കും? ഈഥൈൽ എന്ന് വിളിക്കും. പ്രൊപ്പൈൻ ആണെങ്കിൽ നമുക്ക് അതിനെ പ്രൊപ്പൈൽ എന്ന് വിളിക്കും. അങ്ങനെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ബോക്സിൽ ഓരോരോ ഹൈഡ്രജനെ മാറ്റി കഴിയുമ്പോൾ അവരുടെ പേരിന് വ്യത്യാസം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ദെൻ അതിന് തൊട്ട് താഴെ നോക്കിയാൽ ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ. ആൽക്കീന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+1. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ഇറ്റ് ഇമ്പോർട്ടന്റ്. An alkyl group is named by replacing the suffix ane of the alkane with the suffix YL. ഞാൻ പറഞ്ഞു മീഥൈൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ANE നമ്മൾ മാറ്റിയിട്ട് പകരം എന്താക്കുന്നു? YL ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആൽക്കൈൽ ഗ്രൂപ്പായി. All the members of alkyl groups have an unpaired electron which is indicated by a line with no symbol attached. അതായത് നമ്മളിപ്പം ഓരോത്തിന്റെ പേര് നോക്കിക്കേ. അതായത് CH3 എന്ന് എഴുതി കഴിയുമ്പോൾ ഇവിടെ ഒരു ബോണ്ട് വരയ്ക്കും. അതെന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ്? അത് അൺപെയർഡ് ആയിട്ടല്ല നിൽക്കുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ എന്താ ഒരു ബോണ്ട് കാണിച്ചാണ് നിർത്തിയിരിക്കുന്നത്. താഴെ നോക്കിയേ CH2 CH3 എന്നുണ്ട്. അപ്പൊ നമുക്കിത് ഈ CH2വിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബോണ്ട് അവരവിടെ വരയ്ക്കും. അതായത് അൺപെയർഡ് ഓഫ് ഇലക്ട്രോൺസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു സിമ്പിൾ. മനസ്സിലായോ? അടുത്ത പേജിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു സം കോമൺ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആർ പ്രസൻസ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്. എല്ലാവരും നോക്കി അതിനകത്ത് എല്ലാം ഒരു ക്യാപിറ്റൽ R കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ജനറൽ ഫോർമുല നമുക്കറിയാം, CnH2n+1 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. ദെൻ ആ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്, ജനറൽ ഫോർമുല, ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, സഫിക്സ് ആയിട്ട് എന്ത് ചെയ്യും? എക്സാമ്പിൾസ് വിത്ത് കോമൺ നെയിം ഓഫ് IUPAC നെയിം. അപ്പൊ നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ഇറ്റ് ദെയർ ഇമ്പോർട്ടന്റ്. ഹാലൈഡിനെ നമുക്ക് X എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. ഹാലൈഡ്സുകൾ നമുക്ക് ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐറിൻ. ഈ 4 ഹാലൈഡ്സുകളാണ് നമുക്ക് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇവര് ഒരു ജനറൽ ഫോർമുല ആണ് RX എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞപ്പോ മീഥൈൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീഥൈലാണെന്ന് വിചാരിക്കുക. X നമുക്ക് എന്താ? ക്ലോറിൻ ആണെന്ന്, Cl ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫോർമുല എങ്ങനെ വരും? CH3Cl എന്ന് പറയും. CH3Cl. ഇതിലെ ഈ CH3 എന്ന് പറയുന്നത് R ആണ്, Cl എന്ന് പറയുന്നത് X ആണ്. മനസ്സിലായോ? ദെൻ അതുപോലെ അടുത്തത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോന്ന് അവിടെ ഒരു Oയും Hയും ആണ് ഉള്ളത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ? ROHുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അത് OH ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന കോമൺ ഓർഗാനിക് നെയിം എന്താണ്? ആൽക്കഹോൾ ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ആൽക്കഹോൾ ആണ് എന്ന്. അതിപ്പം എക്സാമ്പിൾ മീഥൈലിന്റെ കൂടെ CH3OH ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് എങ്ങനെ വരും? മീഥൈൽ ആൽക്കഹോൾ എന്ന് വരും. മീഥൈൽ ആൽക്കഹോൾ നമുക്ക് പേരിട്ട് വിളിക്കാം.
ഈതൈലിന്റെ കൂടെ ആണെങ്കിൽ ഈതൈൽ ആൽക്കഹോൾ എന്ന് പറയും. ദെൻ അടുത്തതാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CHO ആണ് ആൽഡിഹൈഡ്. അത് എങ്ങനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറലി ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ COOH ഇങ്ങനെയാണ് CHO. ഇനി ഇതിനകത്തൊരു ആൽക്കൈൽ ഗ്രൂപ്പ് വരണമെങ്കിൽ R കൂടെ അറ്റാച്ച് ചെയ്തു. അപ്പൊ ഇപ്പൊ കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്ത് 1 2 3 4 സാറ്റിസ്ഫൈ ചെയ്തു. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഈ CHO ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽഡിഹൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി എക്സാമ്പിൾ എന്നോ അല്ലെ, ഇനി ഇതൊരു ലൈക്ക് എന്താ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മീതൈൻ CH3 ഗ്രൂപ്പ്, മീതൈന്റെ ഗ്രൂപ്പ് വരികയാണ് CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു CHO വരും, ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരും? ഇതിന്റെ പേര് സത്യത്തില് മീതൈൽ ആൽഡിഹൈഡ് എന്ന് വിളിക്കും. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ലൈനിൽ നമ്മൾ വിളിക്കുന്നത് അസെറ്റാൽഡിഹൈഡ് എന്ന് വിളിക്കും. അത് ഇമ്പോർട്ടൻ്റ്. മീതൈൽ ആൽഡിഹൈഡിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് അസെറ്റാൽഡിഹൈഡ്. ദെൻ അതുകൂടാതെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് HCHO എന്ന് പറഞ്ഞാൽ ഫോർമാൽഡിഹൈഡ്. അത് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിൻ്റെ അകത്ത് HCHO എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫോർമാൽഡിഹൈഡ്. അതായത് മെത്തനാൽ എന്ന് വിളിക്കും. മെത്തനാൽ കേട്ടോ, മെത്തനാൽ എന്നാണ് അതിനെ വിളിക്കുക. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതൊരു കോമ്പൗണ്ടിന്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ്? R C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O ആൻഡ് H ഇങ്ങനെയാണ്. ഈ CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, അതിൽ R അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ അത് വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. അവരൊരു പേരിന്റെ അവസാനം വേണം ഓയിക് ആസിഡ് എന്ന് വിളിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അതിൻ്റെ അകത്ത് അതായത് എന്താണ് CH3യുടെ കൂടെ COOH വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കും. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇത് മീതൈലല്ല, അപ്പം മെത്തനോയിക് ആസിഡ് എന്നല്ലേ വിളിക്കേണ്ടത്. പക്ഷേ കാർബോക്സിലിക് ആസിഡിൽ എത്തിക്കഴിയുമ്പോൾ കാർബണിന്റെ എണ്ണം 2 മൊത്തത്തിലുണ്ട്, 1 2 ഉണ്ട്. അപ്പൊ 2 ഉണ്ടെങ്കിൽ അതിനെ എത്തനോയിക് എന്ന് വിളിക്കും. ഇനി 3 ഉണ്ടെങ്കിലോ CH3 CH2, സത്യത്തിൽ ഇത് CH2 ആണ്. ദെൻ COOH. ഇപ്പൊ ഇതിനകത്ത് കാർബൺ എണ്ണം എത്ര ഉണ്ട്? 1 2 3 ഉണ്ട്. 3 ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ്. പ്രൊപ്പനോയിക് ആസിഡ്, മനസ്സിലായല്ലോ. ദെൻ അടുത്തത് കൂടാതെ കീറ്റോൺ. ഇനി അടുത്തതാണ് കീറ്റോൺ ഗ്രൂപ്പ്. കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ബോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഡബിൾ ബോണ്ട് O, കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് ബോണ്ട് എഴുതിയത്. ആ 2 ബോണ്ടിൽ നമുക്ക് എന്തിനാ ആൽക്കൈൽ ഗ്രൂപ്പ് R C ഡബിൾ ബോണ്ട് O R എന്ന് വരാം. അവിടെ നമുക്ക് കീറ്റോൺസ്, ഇത് കീറ്റോൺ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, കീറ്റോൺസ് ആണ്. അപ്പം അവസാനം വരുന്നെങ്കിൽ ON ചേർക്കും. ദെൻ ഇനി CH3 മീതൈൻ, അതിന്റെ കൂടെ നമ്മൾ C ഡബിൾ ബോണ്ട് O CH3 എന്നാണെങ്കിൽ ഇതിന്റെ പേര് എന്തായിരിക്കും വിളിക്കുക? ഇതിൽ കാർബൺ എണ്ണം എത്രയാ? 1 2 3 ആണല്ലോ ഉള്ളത്. 3 ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ പ്രൊപ്പനോൺ എന്ന് വിളിക്കും. പ്രൊപ്പനോൺ എന്ന് വിളിക്കും. ഇനി അടുത്തതോ CH3 CH2 C ഡബിൾ ബോണ്ട് O CH3 എന്ന് വിളിക്കും. ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 8 1 2 3 4 ആണ്. അപ്പൊ ബ്യൂട്ടനോൺ എന്ന് വിളിക്കും. അപ്പൊ കാർബണിന്റെ എണ്ണം ആണെന്നാണ് അതിന് പേര് കൊടുക്കുക. ദെൻ അടുത്തതാണ് ഈതർ. അതിന് നമ്മൾ COC ബോണ്ട് എല്ലായിടത്തും വരച്ച് കാർബൺ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ബോണ്ട് വരയ്ക്കുക. COOC ഈതേഴ്സ് ആണ്. ഞങ്ങൾ അന്ന് പറഞ്ഞത് കൊണ്ടാണ് അല്ലെ. അപ്പം അതിന് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് ROR എന്ന് എഴുതും. ROR എന്ന് എഴുതും. അത് R എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പാണ്.
സോ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വെക്കാം? ഏതെങ്കിലും നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 എന്നാണെങ്കിൽ പേരെങ്ങനെ വരും? ഇവിടെ എങ്ങനെ? അതായത് ഇതിന്റെ അകത്ത് പേര് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറയും. ഈ നടുക്കത്തെ O ഉണ്ടല്ലോ, ഈ ഓയില് ഏറ്റവും ലൈക്ക് ചെറിയ ആളേതാ? രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ഇപ്പുറത്തെ CH3 ഉണ്ട്, അപ്പുറത്തെ CH3. ബോത്തും സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? മീത്തോക്സി മീത്തൈൻ എന്ന് പേരിടാം. മീത്തോക്സി മീത്തൈൻ എന്ന് പേര് കൊടുക്കാം. ഇനി വേറൊരു കാര്യം നോക്കാം. അടുത്ത നോക്കാം. CH3O, C2H5. ഇതില് A പാർട്ടാണോ ബി പാർട്ടിലെ ആളാണോ ഏറ്റവും വലുത്? ഏറ്റവും വലുത് എപ്പോഴും ബി പാർട്ടിലെ, കാരണം രണ്ട് കാർബണുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ കാർബൺ അടങ്ങുന്ന ആളുടെ പേര് ആദ്യം പറയണം. അതായത് ഇവിടെ മീത്തോക്സി ഈത്തൈൻ ആണ് ഇവരുടെ പേര്. മനസ്സിലായോ? ഈതേനല്ല ബാക്കി കിടക്കുന്നത്. ഇനി ഞാൻ വേറെ പറയാം. CH3, CH2O, C6, H എത്രയിലാട്ടെ? ഇതാകുമ്പോ H ഒരു ഇങ്ങനെ, അതായത് C6 H14 ആണ്. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ അങ്ങനെ എഴുതും. നമ്മൾ നോക്കുക, ഓയുടെ രണ്ട് സൈഡ് നോക്കുക. ഓയുടെ രണ്ട് സൈഡിൽ ആദ്യത്തെ A പാർട്ട് ആൻഡ് സെക്കൻഡ് B പാർട്ട്. ഇതിൽ ഏറ്റവും വലിയ ആൾ എവിടെയാണ്? B പാർട്ടിലുള്ളവർ. അപ്പൊ അവരെ അവിടെ നിർത്തിക്കൊണ്ട് A പാർട്ടിലുള്ളവരുടെ പേര് പറയണം. A പാർട്ടിലുള്ള ആളുടെ പേരെന്താ? ഈതോക്സി എത്രയാ? ഹെക്സെയിൻ എന്നാണ് അതിന്റെ പേര്. പറഞ്ഞാൽ മനസ്സിലായോ? ഇങ്ങനെയാണ് പേരുകൾ എഴുതുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടുള്ള പോർഷൻ വാട്സപ്പിൽ എനിക്ക് ഷെയർ ചെയ്ത് തരാം. ഷെയർ ചെയ്ത് തന്നു കഴിയുമ്പോൾ ഞാൻ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫങ്ഷണൽ ഗ്രൂപ്പ്